ലീബ്ര നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വെരി വെരി ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആണ് ഇവിടെ ഞാൻ കാണുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഗൈഡൻസ് ആണ് തരാൻ നോക്കുന്നത്. നിങ്ങളുടെ ഒരു ഏരിയ ഓഫ് ലൈഫ് നല്ല പോലെ മുമ്പോട്ടേക്ക് പോകുന്നുണ്ട് ഓഗസ്റ്റില്. പക്ഷേ എന്തോ സൂക്ഷിക്കാനുള്ള ഒരു മെസ്സേജും ഉണ്ട്, എന്തോ ഒരു വാർണിംഗ് മാതിരി ഒരു മെസ്സേജും വന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ് എക്സാക്ട്ലി എന്ന് നമ്മൾക്ക് നോക്കാം. ആൻഡ് ഈ ഗൈഡൻസ് എന്താ പറയണെന്ന് നമ്മൾക്ക് അതും നോക്കാം. അപ്പൊ ഈ വീഡിയോന് എൻഡ് വരെ നോക്കുക. നമ്മൾക്കിപ്പോ നിങ്ങളുടെ റീഡിംഗ് തുടങ്ങാം. എന്താ മെസ്സേജസ് പറയണെന്ന് റീഡിംഗിൽ കാണാം. അപ്പോൾ ലീബ്ര, ഇത് നിങ്ങളുടെ ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജീസ് ആണ്. ഇത് ലീബ്ര സൺസൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. അതുകൊണ്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആയിട്ട് കരുതുക. ഇത് ഒരു പേഴ്സണൽ റീഡിംഗ് അല്ല. ചില മെസ്സേജസ് ബാധിക്കും, ചിലത് റെസൊനേറ്റ് ആവില്ല. അപ്പോൾ റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. അതല്ലാണ്ട് പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ലീബ്ര, ഈ മാസം ഓഗസ്റ്റിൽ നിങ്ങൾക്ക് കുറേ സക്സസ് ഉണ്ട്. ഓക്കെ, എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾ എന്തോ ചെയ്യണത് കുറേ ആൾക്കാർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കുറേ റിവാർഡ്സ് കിട്ടണ മാതിരി ഒരു എനർജി ഉണ്ട്. കുറേ ആൾക്കാർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു നല്ല പോസിറ്റീവ് എനർജി ഇവിടെ കാണാനുണ്ട്, സക്സസിൻ്റെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഇത് രണ്ടും പേഴ്സണൽ ലൈഫിലും ആവാം, കരിയറിലും ആവാം. അപ്പോൾ നമ്മൾക്കിത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ മോസ്റ്റ്ലി ഇത് നിങ്ങളുടെ കരിയറിലായിരിക്കും. ഞാൻ കാണുന്നത് നിങ്ങളെ ഏതോ ഒരു സിറ്റുവേഷനിൽ കുറേ എഫേർട്ട് ഇട്ടത്, അതിൽ ഒരു പോസിറ്റീവ് ഔട്ട്കം ആണ് വരാൻ പോണത്. പക്ഷേ നിങ്ങൾക്കൊരു പേടിയാണ് മനസ്സിൽ. എന്താ വെച്ചാൽ നിങ്ങൾ ആക്ച്വലി ഇത് നിങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇത് ശരിയാവോ ഇല്ല എന്ന്. ഞാൻ കാണുന്നത് കുറേ ഒരു പ്രാക്ടിക്കൽ എനർജിയാണ് നിങ്ങളുടെ, ഇമോഷണൽ എനർജി അല്ല. കുറേ കൂടിയും ഒരു ഈ പ്രേസും റിവാർഡ്സൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അത് ഉണ്ടായിട്ടും നിങ്ങൾ അങ്ങനെ ഒരു എക്സൈറ്റഡ് എനർജിയിലല്ല. ഓക്കെ, ലൈക്ക് നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യണു, പക്ഷേ ചില കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലി ആണ് നിങ്ങൾ ചിന്തിക്കണേ. പാസ്റ്റിൽ ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും നിങ്ങളിപ്പോൾ ഇത്രയും ഒരു പ്രാക്ടിക്കൽ എനർജിയിൽ. എന്താ വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ മുമ്പേ കുറേ ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ട്, കുറേ ചാലഞ്ചസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ചില ഗോൾസ് ഉണ്ടായിരുന്നു, ചില ഡ്രീംസ് ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പിൽ, റൊമാൻറ്റിക് ലൈഫിൽ. പക്ഷേ എന്തോ നിങ്ങൾ വിട്ടുപോയി, എന്തോ ഒരു സിറ്റുവേഷനിൽ ഒരു എൻഡിങ് വന്നു. അതുകൊണ്ട് നിങ്ങൾ അത്ര പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, നിങ്ങൾ എത്രയും സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ സ്റ്റേജ് വരെ എത്തിയാണ്. അതുകൊണ്ട് ഇത് ഉണ്ടാവുമ്പോഴും അത്ര നിങ്ങൾ ഹാപ്പി അല്ല. ഓക്കെ, എന്താ വെച്ചാൽ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കണേ, അതിൻ്റെ കുറച്ചൊരു വിഷമം ഉണ്ടാവും. ഞാൻ കാണുന്നത് ഫ്യൂച്ചറിൽ ചാലഞ്ചസ് ഉണ്ടാവും. ഓക്കെ, എന്താ വെച്ചാൽ ഫ്യൂച്ചറിലും ഞാൻ ചില ബ്ലോക്സ് കാണുന്നുണ്ട്. എന്താണ് ഈ ബ്ലോക്സ് വരണത്? ഇത് ബാലൻസ് ചെയ്യണ എനർജിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവരുടെയും എക്സ്പെക്റ്റേഷൻസ് ബാലൻസ് ചെയ്യാൻ കുറച്ചൊരു പ്രോബ്ലം ഉണ്ടാവും. ഫാമിലി ലൈഫ്, റൊമാൻറ്റിക് ലൈഫ്, വർക്ക് ലൈഫ് എല്ലാം കൂടിയും നിങ്ങൾക്ക് കുറച്ചൊരു ബിസി സമയമായതുകൊണ്ട് എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് സമയം കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആവാം. അതല്ല വെച്ചാൽ എന്തോ ഒരു പുതിയ തുടക്കമുണ്ട്, പക്ഷെ അതിൽ ചില ഒരു ഇംബാലൻസസ് ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ചാലഞ്ചസ്, അതിൻ്റെ ചില ബ്ലോക്സ് ഉണ്ടാവാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബ്ലോക്ക്? ഓഗസ്റ്റ് മാസത്തിൻ്റെ ബ്ലോക്ക് നിങ്ങൾക്ക് ഈ അൺപ്രഡിക്റ്റബിൾ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിലൊരു റൂട്ടീൻ മാതിരി ഇല്ല. പറഞ്ഞാൽ ചില സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞ സമയത്തിൻ്റെ കുറവായിരിക്കാം. കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ എല്ലാത്തിലും ഒരു കൺസിസ്റ്റൻസി വരില്ല. അതുകൊണ്ട് നിങ്ങളുടെ എനർജി കുറേ ഇൻ ആൻഡ് ഔട്ട് ആയിട്ടാണ് വരണേ. ഒരു കൺസിസ്റ്റൻ്റ് ഇല്ലാത്ത പേഴ്സൻ്റെ മാതിരിയാണ് നിങ്ങളുടെ എനർജി ഞാൻ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞ ഹെൽപ്പ് ചോദിക്കാനും ഒരു മടി ഉണ്ടാവും. ചില സ്ഥലത്ത് നിങ്ങൾ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, പിന്നെ ചിലവർക്ക് തോന്നും നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യണില്ല. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്, എസ്പെഷ്യലി ഫ്രണ്ട്ഷിപ്പിൽ.
ചില ഫ്രണ്ട്സിന് തോന്നും അത് നിങ്ങൾ മുമ്പത്തെ മാതിരി അല്ല, ഫെയിമും പോപ്പുലാരിറ്റിയൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഈഗോ വന്നു. ചില ഫാമിലി മെമ്പേഴ്സിന് അങ്ങനെ തോന്നുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. എന്താണ് അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? അഡ്വൈസ് ഇവിടെ പറയണത് എന്താ വെച്ചാൽ, ഞാൻ കാണുന്നത് സ്റ്റേബിലിറ്റിയുടെ എനർജിയാണ്. എന്തോ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സമയം എടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. എല്ലാത്തിലും ഒരു സ്റ്റേബിൾ ലൈഫ് വേണം, ഒരു ബാലൻസ്ഡ് ലൈഫ് വേണം. നിങ്ങൾ എന്തോ പുതിയതായി പഠിക്കുക, ഇല്ലച്ചാൽ എന്തോ ഒരു പുതിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ചില സ്ഥലത്ത് നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ചിലവർ ഹാപ്പി അല്ല, അങ്ങനെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക. എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഫീൽ ചെയ്യണത് പറഞ്ഞാൽ കുറച്ച് നിങ്ങളും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു റിഫ്ലക്റ്റ് ചെയ്യണം. അത് അവരെന്തുകൊണ്ടാണ് ഇത് പറയണത്, എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും അങ്ങനെ ഉണ്ടാവുന്നുണ്ടോ, ഞാനാണോ എന്തോ ചെയ്യാത്തതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ഫീലിംഗ് വരണം. അപ്പോൾ കുറച്ചൊരു സെൽഫ് റിഫ്ലക്ഷൻ്റെ ആവശ്യമുണ്ട്. എന്താണ് സർപ്രൈസ് ഫാക്ടർ? സർപ്രൈസ് ഫാക്ടർ ഇവിടെ ഞാൻ കാണുന്നത് ഒരു പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണ എനർജി കാണുന്നുണ്ട്. ഒരു ഡിറ്റാച്ച്ഡ് എനർജി ഉണ്ട്, പക്ഷേ കുറേ പ്രാക്ടിക്കൽ എനർജിയാണ് അത്. ഞാൻ കാണുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഫാമിലി ആയിരിക്കും, അവർക്കായിരിക്കും കുറച്ചൊരു പ്രോബ്ലം ഉണ്ടാവുക. എസ്പെഷ്യലി നിങ്ങൾ മാരീഡ് ആണ്, അങ്ങനെ പാർട്ട്ണർ ഉണ്ട്, ഇല്ലെങ്കിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, അവിടെയാണ് കൂടുതൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. എന്താ വെച്ചാൽ അവിടെയാണ് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉള്ളത്. നിങ്ങൾ ആക്ച്വലി ഇമോഷണലി ഈ മാസം ഡിറ്റാച്ച്ഡ് ആണ്. ഇമോഷണലി ആ കണക്ഷൻ ആരോ ഫീൽ ചെയ്യില്ല നിങ്ങളുടെ കൂടെ. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അതുകൊണ്ട് യൂണിവേഴ്സ് പറയണത് കുറച്ച് സൂക്ഷിക്കുക. എന്താ വെച്ചാൽ കരിയറിൽ നല്ല ഒരു പ്രോഗ്രസ് ഉണ്ടായാലും ഇമോഷണലി കണക്ഷൻ വിടരുത്. ഓക്കെ, ആരോ ഇവിടെ ഡിസ്റ്റൻ്റായി ഫീൽ ചെയ്യണു, ആരോ ഇവിടെ നിങ്ങളുടെ ബിഹേവിയർ മാറുന്നുണ്ടെന്ന് അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഔട്ട്കം ഇവിടെ ഞാൻ കാണുന്നത് ഇമോഷണലി ഓപ്പൺ ആവുക. എന്താ വെച്ചാൽ നിങ്ങൾ കുറച്ചൊരു ഡിറ്റാച്ച്ഡ് ആണ് ഈ മാസം. നിങ്ങളുടെ എനർജിയിൽ ഒരു ബ്ലോക്ക്, ഹാർട്ട് ചക്രയിൽ ബ്ലോക്കാണ് ഞാൻ കാണുന്നത്. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ പാസ്റ്റിൻ്റെ കൂടെ കണക്ഷൻ വിടരുത്. എസ്പെഷ്യലി പാസ്റ്റിൻ്റെ ആൾക്കാർ, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്, പിന്നെ നിങ്ങളുടെ ക്ലോസസ്റ്റ് ഫാമിലി. ഓക്കെ, എന്താ വെച്ചാൽ എവിടെയോ അവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത്. ആൻഡ് ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾക്കൊരു ഈ ചോയ്സ് നിങ്ങൾക്കാണ്, എവിടെയാണ് നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്, എവിടെയാണ് നിങ്ങൾക്ക് അറ്റൻഷൻ കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ഇത് അത്രയൊരു വലിയ കാര്യമല്ല. എല്ലാം പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഈക്വൽ ടൈം എഫേർട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഇവിടെ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് മെസ്സേജ് വരണത് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്. ഓക്കെ, അപ്പോൾ എന്തോ ഉണ്ടാവാൻ പോകേണ്ടത് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്. എന്താണ് ഇത് നോക്കാം, നമ്മൾക്ക് വേറെ ഒരു കാർഡ് എടുക്കാം. കോംപ്രമൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി കുറച്ച് കോംപ്രമൈസ് നിങ്ങൾക്കും ചെയ്യേണ്ടി വരും. ഓക്കെ, എസ്പെഷ്യലി ടൈമിൻ്റെ കാര്യത്തിൽ. ടൈം, എഫേർട്ട്, ഒരു സ്ഥലത്ത് കുറേ എഫേർട്ട് ഇടുമ്പോൾ മറ്റേ സ്ഥലത്ത് അത് ഓട്ടോമാറ്റിക്കലി ഒരു പ്രോബ്ലം ആവും. അപ്പോൾ കോംപ്രമൈസ് ചെയ്യുക ചില സ്ഥലത്ത്. വിഷൻ വോയേജർ വന്നിട്ടുണ്ട്. യുവർ ഡ്രീംസ് ആർ സെറ്റിംഗ് സെയിൽ. Keep your eyes on the horizon as what you have planted is growing. Trust the winds of change. Your future is waving from afar. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ യൂണിവേഴ്സ് പറയണത് നിങ്ങളുടെ ഡ്രീംസൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിന് പക്ഷെ നിങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് തരത്തിൽ വേണം മുമ്പോട്ട് പോവുക. ഓക്കെ, ഈ കുറച്ച് സമയം നിങ്ങൾ ഫാമിലിക്ക് കൊടുത്താൽ നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, രണ്ടും നിങ്ങൾക്ക് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ബാലൻസ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് ലീബ്ര. നിങ്ങൾക്കിത് റെസൊനേറ്റ് ആയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് ആണ്. അപ്പോൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.